മാതാ അമൃതാനന്ദമയിയുടെ 60ാം പിറന്നാൾ ഇന്ത്യയുടെ നല്ല നാളേക്കുള്ള ശിലാസ്ഥാപനമാണെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. അമൃത സർവകലാശാല വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക ഉപകരണങ്ങൾ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി മതാചാര്യന്മാരും സാമൂഹ്യ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം സാമൂഹ്യ രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സേവനങ്ങളെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. സർക്കാർ ചെയ്യേണ്ട സന്നദ്ധ പ്രവർത്തനങ്ങളാണ് മഠം ചെയ്യുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അമൃത സർവകലാശാല നൂതന സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത അമൃതമിത്ര എന്ന സ്ത്രീ സുരക്ഷാ ഉപകരണം മോഡി അനാച്ഛാദനം ചെയ്തു. മാതാ അമൃതാനന്ദമയിയുടെ 60ാം പിറന്നാൾ ഭാരതത്തിന്റെ പുതിയ ശിലാസ്ഥാപനമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അമ്മയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രചോദനമാണെന്നും മോഡി കൂട്ടിച്ചേർത്തു. അമ്മയുടെ കാലഘട്ടത്തിൽ ജീവിച്ചു അവരുടെ ആശീർവാദം ഏറ്റുവാങ്ങാൻ സാധിച്ച നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആരോഗ്യസ്ഥിതി സ്വയം മനസ്സിലാക്കുന്ന അമൃത പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്, നാനോ സോളാർ പാനൽ, അർബുദം ഭേദമാകുന്നതിനുള്ള മരുന്നിന്റെ പ്രാഥമിക ഘട്ടം, ഹൃദയസ്തംഭനം മറ്റുള്ളവരെ അറിയിക്കുന്നതിനുള്ള ഉപകരണം എന്നിവയും ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലൂടെ സമൂഹത്തിന് മഠം നൽകാൻ പോകുന്ന സംഭാവനകളായിരുന്നു പിറന്നാളിന് 2ാം ദിവസത്തെ സവിശേഷത. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മഠം നൽകാൻ പോകുന്ന സംഭാവനകളാണ് പിറന്നാളിന്റെ 3ാം ദിവസത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത്. അമൃതപുരിയിൽ നിന്നും ക്യാമറമാൻ TR ഷാനൊപ്പം ദീപു രേവതി, മനോരമ ന്യൂസ്. പ്രശംസ മാതാ അമൃതാനന്ദമയിക്ക്, കയ്യടി നരേന്ദ്രമോദിക്ക്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ശേഷമുള്ള ആദ്യ കേരള യാത്ര മോഡി രാഷ്ട്രീയമായി മോശമാക്കിയില്ല. LK അഡ്വാനി എന്ന അവസാന പ്രതിബന്ധവും തട്ടിനീക്കിയ നരേന്ദ്രമോദിക്ക് ഇത് പ്രതിച്ഛായ നിർമ്മാണത്തിനുള്ള സമയമാണ്. ഓണാശംസയിൽ തുടങ്ങിയ മലയാളത്തിന്റെ തുടർച്ചയുമായാണ് മോഡി വള്ളിക്കാവിലുമെത്തിയത്. ഭക്തജനങ്ങളെ ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രണാമം. നരേന്ദ്രമോദിയെ കാണാനും കേൾക്കാനുമാണ് തങ്ങൾ എത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ജനക്കൂട്ടം. അത് തിരിച്ചറിഞ്ഞ് അതിനവസരമൊരുക്കി വേദിയിലെ പ്രമുഖരും. ഗുജറാത്തിലെ ഇന്നത്തെ പ്രധാനമന്ത്രി, നാളത്തെ ഇന്ത്യയുടെ പ്രഖ്യാപിത പ്രധാനമന്ത്രി, ഇങ്ങനെയാണ് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ P. പരമേശ്വരൻ മോഡിയെ വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദി who represents the nation's pride, the nation's strength, nation's hope and the nation's future. എന്നെ കേൾക്കാനല്ല നിങ്ങളെത്തിയത് എന്നെനിക്കറിയാമെന്ന് സമ്മതിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മോഡി വന്നതുകൊണ്ടാകാം വേദിയിൽ മറ്റ് രാഷ്ട്രീയക്കാരില്ല എന്നും വെള്ളാപ്പള്ളി നിരീക്ഷിച്ചു. എൻ്റെ പ്രസംഗം കേൾക്കാനല്ല നിങ്ങളെല്ലാം ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കില്ല എന്ന് ആമുഖമായി പറയുകയും നമോജിക്ക് സ്വാഗതം എന്ന കൂറ്റൻ കമാനങ്ങൾ നാടുനീളെ കണ്ടെത്തിയ മോഡിക്ക് മുദ്രാവാക്യം വിളിക്കാനുമുണ്ടായിരുന്നു ചിലർ. ആധ്യാത്മിക പരിപാടിയാണെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിൽ ആയിരുന്നു മോഡിയുടെയും കണ്ണ് എന്ന് വ്യക്തം. അമൃതപുരിയിൽ നിന്ന് ക്യാമറമാൻ TR ഷാനൊപ്പം A. അയ്യപ്പദാസ്, മനോരമ ന്യൂസ്. അമൃതാനന്ദമയിയുടെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇടതുമുന്നണി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കൊല്ലം വള്ളിക്കാവിനടുത്ത് ക്ലാപ്പനയിലാണ് നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പോലീസ് എത്തിയിരുന്നു. ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിലൂടെ പോലീസ് സംഘം മുഖ്യമന്ത്രിയുടെ വാഹനം കടത്തിവിട്ടു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സ്ഥലത്ത് തുടരുകയാണ്. वन्दे विश्वमातरं वन्दे जगद्गुरुमातरम्. അമ്മ ചെയ്യുന്നതല്ല, മറ്റു രീതിയിൽ നിന്നും കൂടി ഒരു മാറ്റം ഉണ്ടായാൽ കുറച്ചെങ്കിലും നാളത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. മാതാ അമൃതാനന്ദമയിയുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അമൃതവർഷം 60 ഇന്നു രാത്രി 8:30.